ക്ലാസ് തുടങ്ങി. ഇന്നൊരു പുതിയ ക്ലാസ് ആണ്, ദർശനങ്ങൾ, ഭാരതീയ ദർശനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ക്ലാസ് ആണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് അല്ല, ഈ ബുക്കിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അനുഭവം, അതായത് യോഗ ക്ലാസ്സിൽ നിന്നുള്ള അനുഭവം 50% പോയി എന്നുള്ളതാണ്. കാരണം അത്രയും ഗംഭീരമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്നു മുതൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ ആ ബുക്ക് എടുത്തപ്പോ വായിച്ചു നോക്കി അങ്ങനെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടാവും. ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ടാകാമെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് അതൊരു പ്രശ്നമില്ല. എത്ര വലിയ ബാല്യകാറ മലയാണെങ്കിലും നമ്മൾ അതിനെ വളരെ ലളിതമായി പഠിച്ച് വളരെ സുന്ദരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്നുള്ള യാതൊരു സംശയമില്ല. ആരൊക്കെ ബുക്ക് കയ്യിലുണ്ട് എന്നുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിച്ചു, പുസ്തകം കയ്യിലുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിച്ചോളൂ. എത്ര പേര് ബുക്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിന്റെ PDF അയച്ചിരുന്നു. PDF വെച്ചിട്ട് നിങ്ങൾ ബുക്ക് അയച്ചിട്ടുണ്ടാവും. അല്ലാത്തവർ ബുക്ക് കളക്ട് ചെയ്തിട്ടുണ്ടാവും. എത്ര പേർക്കുണ്ട് എന്ന് അറിയാനുള്ളതാണ്. ഓക്കെ, അപ്പോ ആർക്കൊക്കെ ബുക്ക് ഉണ്ട്? നിർമ്മല ചേച്ചിക്ക് ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുധാ മുരളീധരന്റെ, ഹെന കെ കുമാറിന്റെ, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് കിട്ടി ഇപ്പൊ. പക്ഷെ ബുക്ക് ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക, ഒരു പെൻ എടുത്ത് വെക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാൻ സാധ്യയില്ല. വെറുതെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല എന്നുള്ള എന്റെ അഭിപ്രായം. ഒരു പെൻ എടുത്ത് വെച്ചോളൂ, ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചോളൂ. ഞാൻ ബുക്ക് വായന അങ്ങോട്ട് തുടരാണ്, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാണ്. ഞാൻ റെഡിയാണ്. അപ്പൊ 3 പേരാണ് 4 പേരാണ് ബുക്കായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എഴുതി വെച്ചോളൂ, ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചോളൂ. അതുപോലെ തന്നെ പാർട്ട് 1 അല്ലെങ്കിൽ അധ്യായം 1, ബുക്കുള്ളവർ അതെടുത്തോളൂ. അധ്യായം 1 ഹെഡ്ലൈൻ ആയിട്ട് എഴുതിക്കോളൂ. ഭാരതത്തിന്റെ ദാർശനിക പൈതൃകം. ഭാരതത്തിന്റെ ദാർശനിക പൈതൃകം, ഇതാണ് ഹെഡ്ലൈൻ. എന്തായാലും ബുക്ക് എല്ലാവരും കളക്ട് ചെയ്തോളൂ. അടുത്ത ആഴ്ചക്കുള്ളിൽ ബുക്ക് എല്ലാവരും കളക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഴുതി വശക്കാടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഭാരതീയ ദാർശനിക പൈതൃകം. നമ്മുടെ ഈ ഭാരതത്തിന്റെ, ഇന്ത്യയുടെ ദാർശനിക പൈതൃകം എന്ന് പറയുന്നത്, ദാർശനികം നമ്മൾ പഠിക്കാൻ പോകുന്ന ദർശനങ്ങളെ കുറിച്ചാണ്. അപ്പൊ ദർശനം, ദാർശനിക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ സംഭവം ഒന്ന് തന്നെയാണെങ്കിലും ചെറിയ അർത്ഥ വ്യത്യാസങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വരുത്താം എന്നർത്ഥം. ദാർശനികം എന്ന് പറഞ്ഞിട്ട് എന്താ? ഫിലോസഫിക്കൽ എന്ന് തന്നെ പറയാം. ഫിലോസഫി ഇംഗ്ലീഷിൽ ദാർശനികം എന്ന് പറഞ്ഞ ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടുള്ള ഒരു കളി എന്നൊക്കെ പറയില്ലേ, ബുദ്ധി ഉള്ളവരുടെ ഒരു കളി എന്ന് പറയും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ, ബുദ്ധിയുള്ളവരുടെ ഒരു കളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദാർശനികത അല്ലെങ്കിൽ തത്വജ്ഞാനം അല്ലെങ്കിൽ ഫിലോസഫി എന്നൊക്കെ പറയുന്നത്. ഇച്ചിരി ബുദ്ധിയുള്ളവർക്കുള്ള സംഭവമാണ്. അപ്പൊ ഭാരതത്തിന്റെ ദാർശനികത, അപ്പൊ ഭാരതത്തിന്റെ ദർശനം, ആ പറഞ്ഞ തത്വചിന്ത അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ആ കാര്യങ്ങൾ, അതിന്റെ പൈതൃകം എന്ന് പറഞ്ഞ ഹെറിറ്റേജ് നമ്മൾ പറയും. പൈതൃകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവിക സ്വത്ത് എന്നൊക്കെ പറയാം. പൂർവിക സ്വത്ത്, തറവാട്ട് സ്വത്ത് എന്നൊക്കെ പറയില്ല, അതാണ് പൈതൃകമായിട്ട് ലഭിച്ചു. നമുക്ക് മനസ്സിലായി, പാരമ്പര്യമായിട്ട് ലഭിച്ച. അപ്പൊ കുറെ ഇപ്പൊ ഉള്ളതല്ല, ഇപ്പൊ ഉള്ള സാധനത്തെ കുറിച്ചിട്ടല്ല നമ്മൾ പഠിക്കാം. നമുക്ക് പൈതൃകമായിട്ട് ലഭിച്ച്, പാരമ്പര്യമായിട്ട് ലഭിച്ചത്, അല്ലെങ്കിൽ പൂർവികരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനത്തിനെയാണ് പൈതൃകം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളൂ. നമ്മൾ എപ്പോഴൊക്കെ പൈതൃകം എന്ന് പറഞ്ഞാലും അർത്ഥം നമുക്കറിയാം. ഏകാണ്ട് ഒരു പുകമറ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതല്ല. പൈതൃകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ പിതാവിനിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ പൂർവികരിൽ നിന്ന് കിട്ടിയത്, അങ്ങനെ കാര്യത്തിനാണ് പൈതൃകം. ദാർശനിക പൈതൃകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വമായിട്ട്, ബുദ്ധിയുള്ളവർ കുറെ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. അതാണ് ദാർശനിക പൈതൃകം, അതായത് ഭാരതത്തിന്റെ ദാർശനിക. അപ്പൊ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു കാര്യത്തെ കുറിച്ചിട്ടല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ ബുദ്ധിയുള്ളവര്, നമ്മളെപ്പോലെ ബുദ്ധിയുള്ളവർ അന്നുണ്ടായിരുന്നു, അവരെഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായി ലഭിച്ചതിനെയാണ് ദാർശനിക പൈതൃകം എന്ന് പറയുന്നത്. ഇനി ഹെഡ്ലൈനാണ് പഠിച്ചത്. ആ ഹെഡ്ലൈൻ അറിയാതെ മുന്നോട്ട് പോയത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായേ? ബുദ്ധിയുള്ളവർ എഴുതി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയെന്നർത്ഥം. ഓക്കെ, യെസ്. അപ്പൊ ക്ലിയർ ആയി? യെസ്. അപ്പൊ അതാണ് ഭാരതത്തിന്റെ ദാർശനിക ഹെഡ്ലൈൻ. ഓക്കെ എന്ന് ഞാൻ എല്ലാം വായിക്കുന്നില്ല, ആവശ്യമുള്ള മാത്രം. ആമുഖം, ഇൻട്രൊഡക്ഷൻ ഒരു 1-2 ലൈൻ വായിച്ചിട്ട് നമുക്ക് പോവാം. ആസ്തിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങളും ചേർന്ന ഭാരതീയ ദർശനങ്ങൾ 9 എന്താണ് ആസ്തിക ദർശനം? അർത്ഥം അറിയാത്തവരൊക്കെ അവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ബുക്ക് ചീത്തയാവെന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ്ട് വൃത്തിയിൽ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് മനസ്സിലാവണം. അവിടെ എഴുതിയിട്ടുള്ളൂ ആസ്തിക ദർശനവും നാസ്തിക ദർശനങ്ങളും ചേർന്ന ഭാരതീയ ദർശനം. നമ്മൾ ഷഡ്ദർശനങ്ങൾ എന്നാണ് സാധാരണ പറയാം, 6 ദർശനങ്ങൾ എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ 6 ശരിക്കും 9 ദർശനങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ ചേർത്തിട്ട് 6 ദർശനങ്ങളും ഇഷ്ടമുള്ളത് ചേർക്കാതിരിക്കുക. അപ്പൊ 6 ഷഡ്ദർശനങ്ങൾ, പിന്നെ 3
വേറെ ദർശനങ്ങളുണ്ട്. അതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 9 ദർശനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഷഡ്ദർശനങ്ങൾ എന്നാ പറയാറ്. കാരണം എന്താ വെച്ചാൽ ആസ്തിക ദർശനം. ആസ്തികം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമുള്ളത്, ദൈവികമായിട്ടുള്ളത്, നമുക്ക് ദൈവമുണ്ട് എന്ന ഒരു ചിന്തയോട് കൂടി നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി വെച്ച അതാണ് ഷഡ്ദർശനം. അപ്പൊ ദൈവചിന്തകളുള്ള അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എഴുതി വെച്ചിട്ടുള്ള ദർശനങ്ങളാണ് ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ആസ്തിക ദർശനം. ഓക്കെ. നാസ്തിക ദർശനം. നാസ്തികം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം എന്നാണ്. ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നവരും 3 പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് 9 പുസ്തകങ്ങൾ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 9 ഗ്രന്ഥങ്ങൾ. അപ്പോൾ 6 ഗ്രന്ഥങ്ങൾ ദൈവവിശ്വാസം ഉണ്ടെന്നും 3 ഗ്രന്ഥങ്ങൾ ദൈവവിശ്വാസം ഇല്ലെന്ന് പറയാം. അന്ന് ഇന്നത്തെ പോലെ ഒന്നുമല്ല. ദൈവവിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾ മോശം ആൾക്കാരെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾ മോശമാണെന്നും, ഞങ്ങൾ നിരീശ്വരവാദികളായതുകൊണ്ട് ഞങ്ങൾ നല്ലവരാണ് ഇന്ന് പറയുന്ന രീതിയിലല്ല അന്നത്തെ ഒരു. എല്ലാവർക്കും അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടല്ലോ. വിശ്വാസം എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ രീതിയിലാണ് അവർ കണ്ടിട്ടുള്ളത്. ഇന്നത്തെ മാതിരി ദൈവവിശ്വാസം ഹായ് അമ്പലത്തിൽ പോവുക, പള്ളി പോവുക, ഹായ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സംഭവമില്ല. അവര് ഈ പറയുന്ന കളിയാക്കുന്ന ആളുകളെല്ലാം ഒളിവിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് അവിടെ കിടന്നുണ്ട്. ഓക്കെ. അപ്പൊ ആസ്തിക ദർശനം, നാസ്തിക ദർശനം. ആസ്തിക ദർശനം 6 എണ്ണവും നാസ്തിക ദർശനം 3 എണ്ണം. അങ്ങനെ 9 ദർശനങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഓക്കെ. ആ പേജ് അങ്ങ് വിട്ടോളൂ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. യെസ്. ഓക്കെ. എന്താണെന്ന് നോക്കിയോളൂ. അപ്പൊ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം എല്ലാം നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഓക്കെ. യെസ്. തുടങ്ങാണ്. ഭാരതീയ ദാർശനിക പൈതൃകം. അതിന്റെ ഹെഡ്ലൈൻ അവിടെ തന്നെ, ഭാരതീയ ദാർശനിക പൈതൃകം. ഓക്കെ. അർത്ഥമൊക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദർശനത്തിന്റെ അർത്ഥം കേട്ടിട്ടുണ്ട്. തത്വജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. പൈതൃകം എന്ന് പറഞ്ഞാൽ പൂർവിക സ്വത്തായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് അർത്ഥം. ഓക്കെ. യെസ്. പുരാതന കാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട വിവിധങ്ങളായ വിജ്ഞാന ശാഖകൾ, അതിനാധാരമായ ഗ്രന്ഥസഞ്ചയം എന്നിവ അതിവിപുലമാണ്. നോക്കിയോളൂ. പുരാതന കാലം, നേരത്തെ ഇന്ത്യയിൽ രൂപം കൊണ്ട, ഇന്ത്യയിലുണ്ടായ വിവിധങ്ങളായ വിജ്ഞാന ശാഖകൾ, വിവിധങ്ങളായ അറിവുകൾ തരുന്ന കുറെ ശാഖകൾ ഉണ്ടായിരുന്നു. കുറെ അത് ബുക്കായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ മറ്റു രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനാധാരമായ ഗ്രന്ഥസഞ്ചയം. സഞ്ചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക്, കളക്ഷൻ എന്ന് പറയില്ലേ, അതാണ് അതിന്റെ അർത്ഥം. ഗ്രന്ഥസഞ്ചയം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങളുടെ ഒരു കളക്ഷൻ എന്നിവ അതിവിപുലമാണ്. അന്ന് കാലം കുറെ മുമ്പായിരുന്നു എന്ന് വെച്ചിട്ട് അവരുമെല്ലാം പൊട്ടന്മാരായിരുന്നു എന്നും അവർക്കൊന്നും ഇതിനെ കുറിച്ചൊരു വിവരമില്ലെന്നും നമ്മളാണ് ഏറ്റവും ബുദ്ധിമാന്മാരെന്നും ഇന്നത്തെ കാലത്ത് മൊബൈലായിട്ട് ജീവിക്കുമ്പോഴാണ് എല്ലാം തികഞ്ഞതെന്നുള്ള ചിന്തയൊന്നും നമുക്ക് വേണ്ട. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും ബുദ്ധിയുള്ളവർ തന്നെയായിരുന്നു. ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും സയൻസ് വന്നതോടുകൂടി നമുക്ക് കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് രണ്ട് ട്രാക്കാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ ദാർശനിക പൈതൃകമായിട്ട് വന്നിട്ടുള്ള അറിവിനെയും ഇന്ന് സയൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അറിവിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഞാൻ വലുത് നിങ്ങൾ ചെറുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ചിന്തിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ 2 ട്രാക്കിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ശാസ്ത്രത്തിലേക്ക് കിടക്കും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൈതൃകത്തിലേക്ക് കിടക്കും കേട്ടോ. എപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കുള്ളൂ. അതുകൊണ്ടൊന്നും നിങ്ങളുടെ ലൈസൻസ് കട്ടാവില്ല. ഓക്കെ. യെസ്. അപ്പോ വിപുലമാണ്. ഓക്കെ. അപ്പൊ വിപുലമായ നമുക്കൊരു ഗ്രന്ഥസഞ്ചയം ഉണ്ടായി എന്നർത്ഥം. അതിൽ പറയുന്നതാണ് ഏതൊക്കെ ഷഡ്ദർശനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന് ന്യായം. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, കാരണം ഇനി അത് വരുന്നത് കൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പൊ ന്യായം, വൈശേഷികം, സാഖ്യം, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നിവ ഷഡ്ദർശനങ്ങൾ എന്ന പേരിൽ പ്രധാനമായി അറിയപ്പെടും. അപ്പൊ ഷഡ്ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് അതൊന്നും കാണാതെ പഠിച്ചോളൂ. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. അപ്പൊ അതിൽ പഠിക്കാൻ എളുപ്പം ന്യായം, വൈശേഷികം, സാഖ്യം, യോഗ. അപ്പൊ യോഗയുടെ ചേട്ടനാണ് സാഖ്യം. മനസ്സിലായി? അപ്പൊ ന്യായം, വൈശേഷികം, സാഖ്യം, യോഗ, പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക്, പൂർവമീമാംസ, ഉത്തരമീമാംസ കേട്ടോ. മനസ്സിലായി? വടക്ക്. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്. ഓക്കെ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയോ? പിന്നീട് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ള സംഭവം. ഇപ്പൊ നിങ്ങൾ ആ വാക്ക് അങ്ങനെ പഠിച്ചു വെക്കാം. കാണാതെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഏതൊക്കെയാണെന്ന് ഓർമ്മയിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ റിയൽ അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞു തന്നോളാം കേട്ടോ. എന്നിവ ഷഡ്ദർശനങ്ങൾ എന്ന് വരിക. അപ്പൊ ഇതാണ് ഷഡ്ദർശനം. അപ്പൊ 6 ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. മൊത്തം 9 ദർശനങ്ങളുണ്ടേ. ഓക്കെ. ഇതിനു പുറമെയാണ്
ലോകായതം, ലോകായതം, ബൗദ്ധം, ജൈനം എന്നീ ദർശനം. അതാണ് മൂന്ന് ഈശ്വര വിശ്വാസം ഇല്ലാത്ത, ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കാത്ത മൂന്ന് ദർശനം. മറ്റേ 6 ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് കേട്ടോ. ഇതിന് ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് 3 ദർശനങ്ങൾ വേറെ എക്സ്ട്രാ. അതാണ് ലോകായതം, ബൗദ്ധം, അതുപോലെ തന്നെ ജൈനം എന്നീ ദർശനങ്ങൾ. ഈ ബൗദ്ധം എന്ന് പറഞ്ഞാൽ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ട്, ജൈനം എന്ന് പറഞ്ഞാൽ ജൈനമതമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെയുള്ളത് ഈ ലോകായതം എന്താന്നുള്ളത്, നിങ്ങൾ ചാർവാക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചാർവാകം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബൃഹസ്പതി എന്ന് പറഞ്ഞ ഋഷിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ തത്വം കൊണ്ടുവന്നിട്ടുള്ളത്. ബൃഹസ്പതി, അങ്ങനെ തന്നെയല്ലേ? അതെ, അദ്ദേഹമാണ് ഇത് കൊണ്ട് ലോകായുധം. അപ്പൊ ലോകായുധം എന്ന് പറഞ്ഞാൽ ലോകത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഈ ലോകായുധം എന്ന് പറഞ്ഞാൽ ലോകത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ചാർവാകം, അല്ലെങ്കിൽ ചാർവാകന്മാർ എന്നൊക്കെ പറയുന്നത്. ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെ അക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നിരീശ്വരവാദി എന്നല്ല, ചാർവാകന്മാർ എന്നാണ്. മനസ്സിലായി? യെസ്, അതൊരു സ്കൂളാണ്, അങ്ങനെ പറയും, ഒരു സെക്ഷൻ, ഒരു ഭാഗം എന്ന് പറയില്ലേ? യെസ്, അതാണ്. അന്ന് പഠിപ്പിച്ചിരുന്ന കുറെ ആളുകൾ ഈ സ്കൂളിൽ പഠിച്ചു, അല്ലാത്തവര് ഈ പറഞ്ഞ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചു. അതാണ് ഈ സ്കൂൾ എന്നൊക്കെ ചിലപ്പോൾ അപ്പൊ ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നവർ ഈ ഈശ്വരൻ ഇല്ലാത്തവർ വിശ്വസിക്കുന്ന സ്കൂളിൽ പഠിച്ചു, ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈശ്വരൻ ഉണ്ട് എന്നുള്ള സ്കൂളിൽ പഠിച്ചു കേട്ടോ. അതാണ് 2 സ്കൂള്. ഓക്കെ, യെസ്. അപ്പൊ ലോകായുധം എന്ന് പറഞ്ഞാൽ ചാർവാകന്മാരുടെ ആ തത്വസംഹിതയാണ് ലോകായുധം എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞത്, ലോകത്തെ ലക്ഷ്യമാക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. ലോകായുധം എന്ന് ലോകത്തെ ലക്ഷ്യമാക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ അത് ഒന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആക്കി അവിടെ ഒരു പാരഗ്രാഫ് തീരുകയാണ്, അതുകൊണ്ടാണ് ചോദിച്ചല്ലോ. ഓക്കെ, ന്യായം, വൈശേഷിക യോഗം, അത് തന്നെ. ഓക്കെ, യെസ്. ഓക്കെ, മുന്നോട്ട് പോവാണേ. അടുത്ത് ദർശനവും തത്വചിന്തയും. ദർശനവും തത്വചിന്തയും. അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള് തത്വജ്ഞാനമാണ് ദാർശനികത എന്ന് പറഞ്ഞു. ആ ദാർശനികതയുടെ ഒന്നുകൂടി ചെറിയൊരു രൂപമാണ് ദർശനം എന്ന് പറയും. അപ്പൊ ആ ദർശനവും തത്വചിന്തയും, ബുദ്ധിപരമായ ചിന്തയെ കുറിച്ചിട്ടും ഈ ദർശനങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. നോക്ക, ഭാരതീയ ജ്ഞാനശാഖകളെ സംബന്ധിച്ച പ്രത്യേകത അറിവിനെ കുറിച്ച് തന്നെയുള്ള അതിന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ ഭാരതീയ ദർശനങ്ങൾ, ഭാരതീയ ഈ ജ്ഞാനശാഖകളെല്ലാം, അല്ലെങ്കിൽ നമ്മൾ ഭാരതത്തിലുണ്ടായ വേദങ്ങളൊന്നും കൂട്ടിക്കൊള്ളും, അല്ലെങ്കിൽ ഷഡ്ദർശനങ്ങൾ കൂട്ടിക്കൊള്ളും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അറിവിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ അറിവ്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ അറിവുകൾ കിട്ടി, നിങ്ങൾ വെറുതെ ഇരുന്നല്ലോ, ഒരു പണിയില്ലാണ്ട് വെറുതെ രാവിലെ തന്നെ വന്നിരുന്നപ്പോ നിങ്ങൾക്ക് കുറെ അറിവുകൾ കിട്ടി. ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ അറിവ് കിട്ടിയെന്ന്. ഭാരതീയ ദാർശനികം, ബുദ്ധിപൂർവ്വം, പൈതൃകം, പാരമ്പര്യമായിട്ട് കിട്ടി. നമുക്ക് അത്ര സാധനങ്ങൾ കിട്ടി. പിന്നെ ഈ പറഞ്ഞു ഷഡ്ദർശനങ്ങൾ, ഏതൊക്കെ? 6 ദർശനങ്ങൾ. 3 ദർശനങ്ങൾ ദൈവമില്ല എന്ന് പറയുന്നു, മറ്റൊരു ദൈവം ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഏതൊക്കെ? 3 ചാർവാകന്മാരും ബൗദ്ധന്മാരും ജൈനന്മാരും. ഓക്കെ, ഇത്ര അറിവ് കിട്ടി നിങ്ങളിപ്പോ ഓടി ഇരുന്നുകൊണ്ടല്ലേ? മനസ്സിലായി? ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്കൊന്നും ആ അറിവ് കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്ക് കിട്ടാനും പോകുന്നില്ല, കാരണം അവർ രണ്ടാമത് കാണാൻ പോകുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, അത്ര അറിവ് നമുക്ക് കിട്ടി. അതാണ് ഭാരതീയ ജ്ഞാനശാഖകളെ സംബന്ധിച്ച് പ്രത്യേക അറിവിനെ കുറിച്ച് തന്നെയാണുള്ള കാഴ്ചപ്പാടുന്നത്. നമുക്ക് അറിവ് കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന് അറിയില്ല. അറിവ് കിട്ടുമ്പോൾ ഇപ്പൊ നമുക്ക് വീട്ടിലിരിക്കുന്നവരെക്കാൾ ഒരു ഗ്രേഡ് സ്റ്റെപ്പ് കയറി നമ്മൾ ഇരിക്കുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷഡ്ദർശനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കണം. വെറുതെ ഇങ്ങനെ നടന്നിട്ടൊന്ന് വീട്ടിലുള്ളവരോട് നമ്മൾ പറയാണ്. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കിച്ചണില് പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോൾ തിന്നാൻ വന്നിരിക്കും. അധികം ഷഡ്ദർശനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കണം. ഇടയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവുന്നുള്ള. അതെന്താ? നമുക്കൊരു അറിവ് കിട്ടി എന്നുള്ളതുകൊണ്ട്. അറിവ് കിട്ടിയില്ല നമ്മൾ പറയും ചമ്മന്തി പോയി, സാമ്പാർ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കും. മനസ്സിലായി? അതൊന്നും ഈ സാധനം കിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സംഭവങ്ങൾ ഇപ്പം കൊള്ളാലാള് എന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ഉള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഷോകളായിരിക്കും, നമ്മൾ ഷോകളായിരിക്കും കാണിക്കുന്നത്. എനിക്ക് സൗഹൃദങ്ങൾ ഒരുപാട്, കഴിഞ്ഞ ദിവസം ഞാനിത് കണ്ടു, സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് സൗഹൃദങ്ങൾ കുറവാണോ? നിങ്ങൾക്ക് അഭിനയിക്കാൻ നല്ലൊരു അഭിനേതാവാണെങ്കിൽ നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത്. നിങ്ങൾ നല്ല അഭിനേതാവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവില്ല എന്നറിയാം. അപ്പൊ ഇതാണ് ഇത് 2 തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് അറിവ് കൂടുന്നതോറും നിങ്ങൾക്ക് ഈ പറഞ്ഞ പിന്നെ സൗഹൃദങ്ങളൊക്കെ കുറഞ്ഞു വരും. കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം, പിന്നെ അവൻ്റെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. നമുക്ക് അവരെ കുറിച്ച് അറിയാം, അവനെ കുറിച്ച് നമുക്ക് കുറച്ചറിയാം. ആ മുഖത്ത് നോക്കിയേക്കും അവന്റെ ഉള്ളിൽ തെളിയുന്ന വികാരങ്ങളും നമ്മളെ കുറിച്ച് അവന്റെ ഉള്ളിലുള്ള ധാരണയൊക്കെ നമുക്ക് പതുക്കെ കിട്ടാൻ തുടങ്ങും.
അപ്പൊ പിന്നെ ഈ പരിപാടികൾ നമ്മൾ നിർത്തും. ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നത് കാണുമ്പോഴേക്കും ആഹാ അളിയ ചേച്ചി അനീതി എന്ന് പറഞ്ഞ കെട്ടിപിടിക്കല് ഉമ്മക്കല്, ഇതൊക്കെ അഭിനയത്തിന്റെ ഒരു വശങ്ങളാ. വികാരങ്ങൾ ഉള്ളിലേക്ക് കയറി വരുന്ന വളരെ നിസ്സാരം ഉണ്ടാവുള്ളൂ, വളരെ നിസ്സാരമുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ അഭിനയിക്കും. കാരണം എന്താ പറയുക, പോയി കഴിയുമ്പോൾ പറയും ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ അവര് നമ്മളെ കുറിച്ചിട്ടുള്ള ധാരണകളൊക്കെ തെറ്റാക്കി, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിരുന്നു പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു. അതാണ് അതിന്റെ കാര്യങ്ങൾ. യെസ്. കേട്ടോ. അപ്പൊ കുറെ മെസ്സേജ്, സന്തോഷം. ഓക്കെ, യെസ്. അപ്പൊ അറിവിനെ കുറിച്ചിട്ടുള്ള അത് ആ കാഴ്ചപ്പാട്. എല്ലാ അറിവും പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ എല്ലാം വായിക്കാണ്. ആ അറിവ് അന്വേഷകന് വെളിപ്പെടുക എന്നതാണ് അറിവിനെ സാക്ഷാത്കരിച്ചവരാണ് ദാർശനികർ. ഇതെന്താ അറിയോ, ഈ ദാർശനികർ എന്ന് പറഞ്ഞ ആളുകൾ അവരൊരു സെക്ഷൻ ആൾക്കാരാണ്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാല്, ഈ അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഈ നേടുന്ന അറിവുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ വേറെ ആളുകൾ എഴുതി വെച്ച അറിവ്, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു സിനിമ കണ്ടു, നല്ലൊരു കഥയാണ് എന്നൊക്കെ പറയില്ലേ, ഇതുവരെ അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല. ഓഹോ എന്തൊരു നല്ല കഥ. അപ്പൊ നമ്മൾ എഴുതിയ ആള് ഭയങ്കര, അത് അങ്ങനെയല്ല ഇതിന്റെ ശരിയായ രീതി എന്നാണ് ഈ മറ്റേ ട്രാക്കിലുള്ളവർ പറഞ്ഞത്. ഏത് പുരാതന കാലത്തെ ഗ്രന്ഥകർത്താക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്, ഈ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്നുണ്ട്. ആ സഞ്ചരിച്ച് നടക്കുന്ന വേവിനെ പിടിച്ച് നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ആ കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് വലിയൊരു അറിവായിട്ട് മാറും. അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിവുള്ളവരാണ് ദാർശനികർ. മനസ്സിലേ? പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ അറിവുകൾ ഇങ്ങനെ നടക്കാണ്. ഈ അറിവുകൾ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നാ പറയുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനങ്ങൾ വരുന്നത് ഈ എയറിലൂടെ ഇങ്ങനെ പാറിപ്പറന്നിട്ടാണ് വരുന്നത്. അപ്പൊ ആ എയറിൽ നിന്ന് പിടിച്ചെടുക്കാൻ നിങ്ങളുടെ മെഷീന്, നിങ്ങളുടെ മൊബൈലിന് കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു പവർ നമുക്ക് നമ്മുടെ തലച്ചോറിൽ ഉണ്ടെങ്കിൽ പിന്നെ ഈ മൊബൈലിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കേൾക്കും. അതാണ് അതിൽ. അങ്ങനെയാണ് അതിന്റെ ദാർശനികതയുടെ ഹയർ ലെവലിൽ നിന്ന്. ഇപ്പൊ നമുക്ക് അത് പിടിച്ചെടുക്കാൻ ഒരു മെഷീൻ കിട്ടി തുടങ്ങി, അപ്പൊ എല്ലാവർക്കും കിട്ടും. മറ്റേ എല്ലാവർക്കും കിട്ടില്ലായിരുന്നു, ആർക്കെങ്കിലേക്കൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. ധ്യാനമൊക്കെ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ബുദ്ധി തെളിയാൻ തുടങ്ങും. അങ്ങനെ ബുദ്ധി തെളിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് പല 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 കാഴ്ചകളും അറിവുകളും കിട്ടാറുണ്ട്. ആ അറിവുകൾ ആണ് ഈ ദാർശനികർ നമുക്കായി തന്നത്. അങ്ങനെയാണ് ഈ ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയോ ദർശിക്കാൻ കഴിയും. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ദർശനങ്ങൾ കിട്ടും. ആ ദർശനം നമ്മൾ സാധാരണ പറയാം, ഭഗവാന്റെ ഒരു ദർശനം കിട്ടി അവിടെ ചെന്ന് കണ്ണു തുറന്ന്, അല്ല, ആ ദർശനം അല്ല പ്രധാനം. ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ദർശനമാണ് യഥാർത്ഥ ദർശനം. കേട്ടോ? ഓക്കെ. സുഹൃത്തുക്കളുടെ പേര് വെട്ടണോ? അഭിനേതാക്കളുടെ ഒക്കെ പേര് വേണമെങ്കിൽ വെട്ടിക്കോ. വെട്ടുന്നതിന് മുമ്പ് നമ്മളൊരു സ്റ്റാൻഡിൽ കയറി നിന്നുണ്ടാവണം. അവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ അവരുടെ പേര് വെട്ടിക്കഴിഞ്ഞാൽ അവര് നമ്മുടെ പേര് വെട്ടും. അപ്പൊ നമ്മുടെ വരവ് നിലച്ചു. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് അഭിനയിച്ച് അവരിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിയെടുത്തതിന് ശേഷം യെസ്. ഓക്കെ. അപ്പൊ ദാർശനികർ ആരാന്ന് മനസ്സിലായില്ല. അപ്പൊ ദർശിക്കാൻ കഴിവുള്ളവരാണ് ദാർശനികർ. എല്ലാവർക്കും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ദർശിച്ചെടുക്കും മെഡിറ്റേഷനിലൂടെ. ഓക്കെ. അതുകൊണ്ട് ദർശനം എന്ന വാക്കുകൊണ്ട് ജ്ഞാനത്തെ വ്യവഹരിക്കുന്നു. അപ്പൊ ദർശനം എന്നുള്ള വാക്ക് ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജിജ്ഞാസുവിനാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ജിജ്ഞാസുവിനാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഷാജി മാഷ അടുത്ത് പറഞ്ഞു, ഷാജി മാഷെ കുറച്ച് ഡൗട്ടുകൾ വന്നിട്ടുണ്ട്, അപ്പൊ ഇന്നതൊക്കെയാണ് ഡൗട്ട് എന്ന് പറഞ്ഞപ്പോ മാഷ അതിന് ആൻസർ തന്നു. എന്നിട്ട് അതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു, ഇതൊക്കെ ആ ജിജ്ഞാസ ഉള്ള ആളുകൾക്ക് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് കൊടുക്കണ്ട. വഴി പോണവർക്ക് മുഴുവൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ജിജ്ഞാസ ഉണ്ടാവണവര്, ആ ജിജ്ഞാസ ഉണ്ടാകുന്നവർക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ആ ജിജ്ഞാസ ഉണ്ടാകുന്ന ആളുകളെയാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാനുള്ള ആകാംക്ഷ, അപ്പുറത്തെ വീട്ടിലെ ഒരു ശബ്ദവും ഒച്ചപ്പാടും ബഹളവും കേട്ടു അതറിയാനുള്ള ജിജ്ഞാസ, അതാണ് ജിജ്ഞാസു. അല്ല, അത് പോക്രിത്തരമാണ്. ഇത് അറിവിലേക്ക്, അതായത് നമ്മൾക്ക് അറിയാത്ത ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം. അല്ല പക്ഷേ അവിടെ വീട്ടിലൊരു ശബ്ദം കേട്ടു, ഭാര്യയും ഭർത്താവും കൂടി ഒച്ചപ്പാടും ബഹളവും ഒരാളുടെ നിലവിളിയും കേട്ടു, അതും ഒരു അറിവാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയാം. ഇത് വരരുത്, അങ്ങനെ പറഞ്ഞു വിടാൻ വരരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ജിജ്ഞാസുകളുടെ കാര്യമല്ല പറഞ്ഞത്. ഇത് നേരത്തെ പറഞ്ഞ ഈ പ്രപഞ്ചത്തിലൂടെ കറങ്ങി നടക്കുന്ന തരംഗങ്ങൾ പിടിച്ചെടുത്ത് നല്ല സിനിമാ കഥകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവര്, നല്ല ഗ്രന്ഥങ്ങൾ എഴുതാൻ കഴിവുള്ളവര്, നല്ല അറിവുകൾ തരാൻ കഴിവുള്ളവര്, അവരെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ അടുത്ത വീട്ടിലുണ്ടായത് ശബ്ദത്തിനെ കുറിച്ചും മോങ്ങലെ കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ഈ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് ജിജ്ഞാസു. അപ്പൊ ജിജ്ഞാസുവിനാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. സ്വാഭാവികം. അങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, യെസ്. സംസ്കൃത ഭാഷയിൽ ദർശനം എന്ന വാക്കിന് സമാനമായി ഇംഗ്ലീഷ് ഭാഷയിൽ ഫിലോസഫി എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നു.
അപ്പൊ ദർശനം എന്ന വാക്കിന് നേരത്തെ പറഞ്ഞല്ലോ ഫിലോസോഫിക്കൽ എന്നൊക്കെ പറഞ്ഞ മാതിരി ഫിലോസഫി എന്ന വാക്ക് തത്വജ്ഞാനം, വീണ്ടും ഞാൻ പറയുന്നു ബുദ്ധിയുള്ളവരുടെ അറിവ്. ഇച്ചിരി ബുദ്ധിയുള്ളവരുടെ അറിവ് എന്നുള്ളതാണ്. ചിലർ പറഞ്ഞില്ലേ, അറിഞ്ഞോ രാവിലെ തന്നെ ചൂലും പിടിച്ച് ഗേറ്റിന്റെ റോഡ് വന്നിക്കും, അറിഞ്ഞോ ഇല്ല, അതും അവരും ജ്ഞാനികളാണ്. ഒരു ജിജ്ഞാസു വരുന്നുണ്ട്, ആ ജിജ്ഞാസുവിനോട് ജ്ഞാനി ഇവിടെ ഇരുന്ന് ചോദിക്കുക. അതാണ് ജ്ഞാനം, ജ്ഞാനി, ജിജ്ഞാസു. അപ്പൊ ജിജ്ഞാസു വരുന്നു, ജ്ഞാനി ഇവിടെ നിൽക്കുന്നുണ്ട് ചൂലായിട്ട്, അറിഞ്ഞ ഇല്ല. ഇന്നലെ വൈകിട്ട് ഈ അപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ നാരായണന്റെ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടുകളായിരുന്നു, അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, ഇപ്പൊ പറയാം. അപ്പൊ ജ്ഞാനി, ജിജ്ഞാസു. അപ്പൊ ജിജ്ഞാസുവിന് ഒന്നുകൂടി ആകാംക്ഷയായി, പറയും. അപ്പൊ ജ്ഞാനി ഇങ്ങനെ, അങ്ങനെ പറയാൻ പറ്റില്ല, പറയും, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്, അമ്പലത്തിലേക്ക് ഇന്ന് അത്തമാണ്, അമ്പലത്തിലൊന്ന് പോണോ, വേഗം പറയാൻ പറ്റില്ല, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ജിജ്ഞാസുവിന് ജിജ്ഞാസ കൂടിയിട്ട് അമ്പലം 9 മണിക്ക് ഇറക്കുള്ളൂ. ചേച്ചി ഒരു അരമണിക്കൂർ കൊണ്ട് പറയോ, നോക്കാം നമുക്ക്, ബാ. അതാണ് ആ ജിജ്ഞാസു അല്ല നമുക്ക് വേണ്ടത്, ഇവിടെ അല്ലാത്ത കേട്ടോ. അപ്പൊ ആ ഫിലോസഫി അല്ല, ആ ഫിലോസഫിനെ കുറിച്ച് അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ മറ്റേ ഫിലോസഫിനെ കുറിച്ച് പറഞ്ഞു, ബുദ്ധി വരെ ഒറിജിനൽ ബുദ്ധി കേട്ടോ. ഓക്കെ, യെസ്. ഇനി എന്താ നോക്കാം, ദൃശ്യതേ അനേന ഇതി ദർശനം. ദർശനത്തിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ദൃശ്യതേ അനേന ഇതി ദർശനം, അതായത് നമ്മൾ ദർശിക്കുന്നത്, നമ്മള് എന്താ പറയാ, എന്തെങ്കിലും ഒരു ദർശനം കാണുമല്ലോ, ഒരു സംഭവത്തെ കാണുന്നുണ്ട്, അതിനെയാണ് ആ ദർശിക്കുന്ന, ആ ബുദ്ധിപരമായിട്ടുള്ള, അപ്പൊ ആ എന്തോ ഒരു ദൈവികമായിട്ടുള്ള സാധനം, അതാണ് അനേന എന്ന് പറഞ്ഞാൽ, അതാണ് വെറുതെ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച്. അപ്പൊ ദൈവികമായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ കാണുന്നു, അതാണ് ശരിക്കും പറഞ്ഞാൽ ദർശനം. മനസ്സിലായി? അല്ലാണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ നല്ല ജിമ്മൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ ദർശനം കൊള്ളാലോ, ആ ദർശനമല്ല ഇവിടുത്തെ ദർശനം. മനസ്സിലായി? ദൈവികമായിട്ടുള്ള ഈശ്വരനെ ദർശിക്കുന്ന വാക്കുകൾ, അകത്തെ കാര്യങ്ങളിൽ, അതിനെയാണ് ഇവിടെ പറഞ്ഞത്. അതിനെ ദർശിക്കുന്ന, അതിനെ ദൃഷ്ട് നോക്കം, അതിൽ നിന്നാണ് ഈ ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ആ ദൃഷ്ടിയിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ആ ദർശനം, അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. ഇപ്പൊ ദർശനം ഏതാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. അപ്പൊ ദൃശ്യത, ആ ജിജ്ഞാസ, ദൃശ്യത അനന്യ. ഓക്കെ, നോക്കാം. ഇനി നോക്കാം, ദർശനം സാക്ഷാത്കരിച്ച അറിവാണ്. സാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ ശ്രമിച്ച് അവസാനം അത് ഉണ്ടാക്കി കഴിഞ്ഞത് പുറത്തിറങ്ങിയപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, ഹിറ്റായി. അതാണ് ശരിക്കും സാക്ഷാത്കാരം എന്ന് പറയും. അല്ല നമ്മൾ ഒരെണ്ണോടെ ഉണ്ടാക്കി വെച്ച ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലിട്ട് ഒരാളും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അതൊരു സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ പറയും എന്റെ സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടാത്തൊരു സാക്ഷാത്കാരമായിട്ട് മാറും. അപ്പൊ നാട്ടുകാർക്കും കൂടി വേണം എന്നുള്ള, അല്ലെങ്കിൽ അവർക്കും കൂടി ഗുണം കിട്ടുന്ന രീതിയിൽ. അതാണ് ദർശനം സാക്ഷാത്കരിച്ച അറിവാണ്. അതൊരു അറിവാണ്, കേവല യുക്തിയുടെയോ ബുദ്ധിയുടെയോ സൃഷ്ടിയല്ല. ഇത് പറഞ്ഞാൽ ഈ ദർശനം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് എന്തെങ്കിലും യുക്തി, അതായത് യുക്തി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഒരു കാര്യം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ പല ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കും. ആ ടെക്നിക്ക് അല്ല ഇത്. അതുപോലെ തന്നെ ബുദ്ധിയുടെ സൃഷ്ടിയല്ല. ബുദ്ധി നിങ്ങൾ ആലോചിച്ച് അങ്ങനെ ചെയ്ത്, അതല്ല. അത് വേണമെങ്കിൽ നമുക്ക് ആധുനിക സയൻസ് ശരിക്കും പറഞ്ഞാൽ ആ ബുദ്ധിയുടെ സൃഷ്ടി എന്ന് പറയാം. ആധുനിക സയൻസ് എല്ലാം ബുദ്ധിയുടെ സൃഷ്ടിയാണ്. ദാർശനിക പൈതൃകം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ, ഈ പറഞ്ഞ ഷഡ്ദർശനങ്ങളൊന്നും ബുദ്ധിയുടേതല്ല. മനസ്സിലായി? അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് പ്രപഞ്ചത്തിലുള്ള സാധനത്തിന് വലിച്ചെടുക്കാനുള്ള കഴിവ്, ആ കഴിവാണ് ദൃഷ്ടാക്കൾ എന്ന് പറയുന്നത്. അവർ ദൃഷ്ടി ഉപയോഗിച്ചിട്ട്, ഉള്ളിലിരിക്കുന്ന ഒരു ദൃഷ്ടി ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ സാധനങ്ങളാണ്. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോഴത്തെ ആളുകൾ ശാസ്ത്രത്തിനെ വീണ്ടും ഉപയോഗിച്ച് കണ്ടെത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അത് വേണമെങ്കിൽ പിന്നെയും മാറ്റങ്ങൾ സംഭവിക്കാം. ശാസ്ത്രത്തിന് എപ്പോഴും വേണമെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഇതിനൊന്നും അധിക മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അത് ഏതാണ്ട് സ്ഥായിയായിട്ട് ഭാവം തന്നെയാണ്. അതായത് ഈ ദാർശനിക പൈതൃകത്തിലുള്ള സാധനങ്ങൾക്കൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. വലിയ വ്യത്യാസമല്ല, തീരെ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അത് കിട്ടിയിരിക്കുന്ന വഴി വേറെയാണ്. ഇന്ന് ആധുനിക സയൻസിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോകും. ഇപ്പൊ 2G ഉണ്ടായിരുന്നു, നമ്മൾ വിചാരിച്ചു 2G ഇതിനപ്പുറത്തേക്ക് ഇനി പോവില്ല. 3G വന്നു, 3G വന്നപ്പോൾ വിചാരിച്ചു ഇനി ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ 4G വന്നു. ഇപ്പൊ നമ്മൾ 4Gയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. 4Gയുടെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ എത്തി 5Gയിലേക്ക് കടന്നു തുടങ്ങി എന്നുള്ളത്. അപ്പൊ പറയാം ഇനി 6G വരുന്നുണ്ട്. അപ്പൊ ശാസ്ത്രം ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ പൈതൃകമായിട്ടുള്ള ഈ ദാർശനിക പൈതൃകങ്ങളൊന്നും ഇനി മാറില്ല എന്നുള്ളത്. അത് അങ്ങനെ തന്നെ സ്ഥായിയാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഇനി ഇല്ല എന്നുള്ളതാണ്. കാരണം അതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതിനെ തിരിച്ചെടുത്തിട്ട് വന്നതാണ്. ഓക്കെ, യെസ്. അതിനുപരി സാക്ഷാത്കാരത്തിന്റെ സ്ഥാനം
അതിനുപരിയാണ് സാക്ഷാത്കാരത്തിന്റെ സ്ഥാനം. അപ്പൊ ബുദ്ധിപൂർവമായ സൃഷ്ടിയല്ല. അപ്പൊ ഈ ദർശനം എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഒരു സാക്ഷാത്കാരാണ്. അത് ബുദ്ധിയുടെയോ ഏതെങ്കിലും യുക്തിയുടെയോ സൃഷ്ടിയല്ല. അത് എന്തിന്റെയാണ്? അതിനപ്പുറത്താണ് ഈ പറഞ്ഞ ദർശനത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ദർശനം സൃഷ്ടാവ് കണ്ടറിഞ്ഞതാണ്. സൃഷ്ടാവ്, ആ സൃഷ്ടിച്ച ആള് കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ സയൻസിൽ ഒരു കാര്യം നമ്മൾ കണ്ടറിഞ്ഞിട്ടില്ല, അതിനെ പഠിച്ച് കറക്റ്റാക്കി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത് ഇതാണ് എന്നുള്ളത്. ഇപ്പൊ ഉണ്ടാക്കുന്ന ആൾക്ക് പോലും ഉള്ളിലൊരു ഭാവനയേ ഉള്ളൂ. ആ ഭാവന സാക്ഷാത്കരിച്ചു വരുമ്പോഴാണ് ഇതാണെന്നുള്ളത്. മറ്റേത് അതല്ല, ഓൾറെഡി ഫുൾ ഫിനിഷ്ഡ് സാധനം ഇങ്ങോട്ട് വരണത്, എന്നിട്ട് എഴുതാൻ തുടങ്ങണത്. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പൊ ദർശനം സൃഷ്ടാവ് കണ്ടറിഞ്ഞതാണ്, അതിന്റെ റിസൾട്ട് കണ്ടറിഞ്ഞിട്ട് എഴുതാൻ തുടങ്ങുന്നത്. ഓക്കെ, അനുഭവത്തിന്റെ ഒരു തലം ഇതിൽ ഉൾച്ചേർന്നു. അപ്പൊ നമ്മുടെ അനുഭവിക്കുകയാണ് നമ്മൾ. ധ്യാനത്തിൽ നമ്മൾ എന്ത് അനുഭവിക്കുന്നു അത് കഴിഞ്ഞിട്ടേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ധ്യാനം അറിയാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. ഈ ധ്യാനത്തിൽ ഇന്നത് സംഭവിക്കുന്നത് എഴുതാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും. മനസ്സിലായി? അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അത് അനുഭവിക്കുമ്പോഴാണ്, അതാണ് ഈ പറഞ്ഞതിൽ അനുഭവത്തിന്റെ ഒരു തലം അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഫിലോസഫി എന്ന വാക്കിന് സമത്വത്തോടുള്ള ആഭിമുഖ്യം, സത്യവാഞ്ച എന്നൊക്കെ മാത്രമാണ് വ്യാഖ്യാർത്ഥം. വേണ്ട, അതൊക്കെ വിട്ടു കളഞ്ഞോളൂ. സാക്ഷാത്കരിച്ച അല്ലെങ്കിൽ അനുഭവിച്ച സത്യം എന്ന നിലയ്ക്ക് ദർശനം എന്ന വാക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥബോധം ഫിലോസഫി ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പൊ ഈ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലോസഫിയേക്കാൾ കുറച്ചും കൂടി ഹയർ ലെവലാണ് എന്ന് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ഞാൻ വെറുതെ വായിച്ചങ്ങ് വിടുന്നുള്ളൂ, നമുക്ക് വലിയ ആവശ്യമുള്ളതൊന്നുമല്ല. ഓക്കെ, സത്യാന്വേഷണത്തിൽ ഏർപ്പെട്ടവർക്കുണ്ടായ ദർശനങ്ങളാണ് ഭാരതീയ ദർശനങ്ങൾ എന്നറിയപ്പെടുന്നത്. അന്വേഷണാത്മകമായ മനസ്സാണ് കണ്ടെത്തലുകൾക്ക് അഥവാ വെളിപാടുകൾക്ക് പാത്രീഭൂതമാകുന്നത്. അന്വേഷകന്റെ ആഭിമുഖ്യം അനുസരിച്ച് അന്വേഷണ വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും. അന്വേഷകന്റെ അർപ്പണബോധം, ഏകാഗ്രത എന്നിവയ്ക്ക് അവയുടെ തീക്ഷ്ണതയ്ക്കും ആഴത്തിനനുസൃതമായിരിക്കും അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടുന്ന വിജ്ഞാനത്തിന്റെ വ്യാപ്തിയും വ്യക്തതയും. അന്വേഷണ വിഷയം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണോ, അന്വേഷകന്റെ ആഭിമുഖ്യം എന്തിനോടാണോ അനുസൃതമായിരിക്കും കണ്ടെത്തലും. ഇത്തരമുള്ള വിജ്ഞാന സമ്പാദനം നടത്തി വരുന്ന ഭാരതീയ രീതി അനുസരിച്ച് റഷ്യ. അപ്പൊ ഇതിൽ എന്ത് സംഭവം? അത്രയേ ഉള്ളൂ. നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഒന്നും നടക്കണില്ല. അപ്പൊ ഒന്നും നടക്കാത്ത ആളുകൾ പറയും ധ്യാനമൊന്നുമല്ല എന്ന് പറയും. ധ്യാനം ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പറയും ധ്യാനം എനിക്ക് കിട്ടിയെന്ന് പറയും. അപ്പൊ പറയും ധ്യാനത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് നമ്മൾ ധ്യാനത്തിന്റെ കടക്കും. പിക്ചറുകളൊക്കെ കാണുന്നുണ്ട്, വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പറയും ഇതാട്ടോ ധ്യാനം എന്ന് താഴെയുള്ളവനോട് പറഞ്ഞു മനസ്സിലാവും. ഞാൻ തിരുവനന്തപുരം കയറിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഈ ചിത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ചിത്രങ്ങളോടൊപ്പം ശബ്ദങ്ങളും മണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങും. അപ്പൊ അവൻ അയ്യോ ഇതൊന്നല്ല ധ്യാനത്തിനും കൂടി കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള. പിന്നെ കുറേയും കൂടി അത് നമ്മൾ നടന്നു കഴിയുമ്പോൾ പിന്നെ ഈ ധ്യാനത്തിന്റെ സ്ഥിതിയൊക്കെ മാറി ജീവാത്മാവ് പരമാത്മാവ്, അത് ഈശ്വരൻ ഉണ്ട് എന്നുള്ള ഈശ്വരനെ നമ്മൾ കാണാൻ തുടങ്ങും. ആ ഈശ്വരനിലേക്ക് നമ്മൾ ലയിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈശ്വരൻ ഞാൻ ഒന്നാണെന്നുള്ള ഒരു സമാധി അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ പറയും അയ്യോ നേരത്തെ കണ്ടതൊക്കെ വെറുതെ കേട്ടോ, അതൊക്കെ വെറും ഷോകളായിരുന്നു, ഇതായിരുന്നു ഇതിന്റെ കറക്റ്റ് എന്ന് പറയും. അതാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത്. അന്വേഷകന്റെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചിട്ട് ഇതിന് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും ഹയർ ലെവലിൽ എത്തുമ്പോഴാണ് ഈ സമാധിയാവസ്ഥയിൽ നിന്ന് മോക്ഷത്തിലേക്കും കൈവല്യത്തിലേക്കും പോയ ആളുകൾ എഴുതി വെച്ചതാണ് നമുക്ക് മനസ്സിലാവുക ഇതാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന്. അതിനു മുമ്പ് പറഞ്ഞവരൊക്കെ ഇപ്പൊ നമ്മൾ യോഗ പഠിക്കുമ്പോൾ യോഗ ചെയ്തോട്ടോ, ആസ്മി തുമ്മൽ അലർജിയൊക്കെ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാറുന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മുടെ അറിവിന്റെ ആ കുറവുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകണം. അപ്പൊ ഇതിന്റെ ഹയർ ലെവലിലേക്ക് പോകുന്നതനുസരിച്ച് അതിന്റെ റിസൾട്ടിൽ വ്യത്യാസമാണ്. അങ്ങനെയുള്ള ആളുകൾ പറയുന്ന പേരാണ് ഋഷിമാർ, മന്ത്രദൃഷ്ടാക്കൾ, മുനിമാർ, മഹർഷിമാർ എന്നൊക്കെ. ഇവർക്കൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ചെറിയ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അത് മനസ്സിലായ എല്ലാവരും ഈ പറഞ്ഞ മാതിരി സന്യാസിമാര് തന്നെയാണ്. ആ സന്യാസിമാര് എന്താ പറയാ, ഇപ്പൊ ഋഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാഋഷി എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ ജ്ഞാനം കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ജ്ഞാനം, അല്ലെങ്കിൽ ജ്ഞാനം കിട്ടിയവരെല്ലാം ഋഷിമാരാണ്. ഏറ്റവും ഹയർ ലെവലിൽ ജ്ഞാനം കിട്ടിയവരാണ് മഹാഋഷിമാർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഭയങ്കര ബുദ്ധിവിശാലാണ്, ബുദ്ധി അവരെ വർക്ക് ചെയ്യുന്ന പറയും. ഇപ്പൊ ഇന്നത്തെ പറയില്ല നമ്മളിപ്പോ അബ്ദുൽ കലാം എന്നൊക്കെ പറയുന്ന പോലെയാണോ നമ്മള്? അല്ല. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ഗ്രേഡ് അനുസരിച്ച് അതാണ് ഒന്ന് ഋഷിമാർ, ആത്മാവിനെ തൊട്ടറിഞ്ഞ ആളുകളാണ്. ഇപ്പൊ മന്ത്രദൃഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വേറെ ലെവലാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിലൂടെയൊക്കെ ഇങ്ങനെ തരംഗങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആ തരംഗങ്ങളെ നോക്കി അതാ പോണ്,
ആ തരംഗം ഇതേപ്പോൾ അതാണ് ദൃഷ്ടി, ആ മന്ത്രങ്ങളെ കാണാൻ കഴിയുന്നവരാണ്. അതാണ് മന്ത്രദൃഷ്ടാക്കൾ. ഇപ്പൊ ഇവിടെ ഓം ഭൂർഭുവസ്വ ഓം തത് സവിതുർവരൻ, ഇത് വസിഷ്ഠ മഹർഷി, വസിഷ്ഠല്ല മഹർഷി, ഞാൻ പേര് കറക്റ്റ് വിട്ടുപോയി. മഹർഷി വിശ്വാമിത്രനാണ്, ഇവരിൽ ആരോ ഒരാളാണ്. ഈ മന്ത്രം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതല്ല, ഇത് ഓൾറെഡി അവിടെ ഉണ്ട്. അത് മന്ത്രദൃഷ്ടികൾ, അതായത് ആ ദൃഷ്ടിയിലൂടെ മന്ത്രദൃഷ്ടാക്കൾ കണ്ടുപിടിച്ച, മനസ്സിലായി? അവരെയാണ് ഈ മന്ത്രദൃഷ്ടാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മുനിമാർ, അവർ ഇച്ചിരി കൂടി തപസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് എന്നൊക്കെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരൊക്കെ സന്യാസിമാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജീവിതം വേണ്ടാത്തവരാണ് എന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഓക്കെ. യെസ്, എന്താണ് വിശ്വാമിത്ര മഹർഷി. യെസ്, അതന്നെ വിശ്വാമിത്ര മഹർഷിയാണ് അതിട്ടുള്ളത്. യെസ്, ഗ്രേഡ് കൂടിയവർ, അത് തന്നെ മാഷിന്റെ സ്റ്റൈലിൽ പറഞ്ഞു തന്നിട്ടും ഇത്രയും ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ട് മനസ്സിലാവുന്നില്ലേ സഹോദരി? ഓക്കെ. മൊത്തം ആകെ ഒരു കെട്ട് പണിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കെട്ട് പണിഞ്ഞ് കിടന്നിട്ടില്ല. ഒന്ന് ശരിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ഇന്ന് രാവിലെ എന്താണ് ഉണ്ടാക്കുന്നുള്ള ശ്രദ്ധ വിടുക, ഇവിടേക്ക് കടന്നു വരിക. ബുക്കും കൂടി ഉണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് മനസ്സിലായി. ഇച്ചിരിയല്ല, വളരെ കഷ്ടമാണ്. ഈ ബുക്ക് ഇച്ചിരി കട്ടിയാണോ എന്ന് വെച്ചാൽ കട്ടിയാണ്, പക്ഷെ ഞാനിത് വായിച്ചു വരുമ്പോൾ എനിക്ക് കട്ടിയായിട്ട് തോന്നില്ല. ഞാൻ നിങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞു തരുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞാൻ ഇത്ര നേരം പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. പിന്നെന്താണ് ദൃശ്യത തന്നെ. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇച്ചിരി കട്ടിയാണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വലിയ കട്ടിയായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇത്രയും മനസ്സിലായിട്ടില്ലേ? അപ്പൊ നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അടുത്ത ഈ പാരഗ്രാഫും കൂടി വായിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നിർത്താം കേട്ടോ. ശ്രദ്ധിച്ചിരുന്ന മനസ്സിലാക്കണം. അതായത് ഇതിനിടയിൽ ഇപ്പൊ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഉറപ്പാണ്. അത്രയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രദ്ധിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അതിന്റെ ഇത് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ. ആർഷ സംസ്കാരം. അടുത്ത് ആർഷ സംസ്കാരം. എപ്പോഴും നമ്മൾ പറയണ്ട ആർഷ സംസ്കാരം. എന്താ ഈ ആർഷ സംസ്കാരം? അതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വാദപ്രതിവാദങ്ങളുണ്ട്. എന്തിനെ കുറിച്ചിട്ടാണ് ആർഷ ഭാരതം എന്നൊക്കെ, ആർഷ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ്. ആർഷ സംസ്കാരത്തിന് പൊതുവിൽ നമ്മൾ അറിയപ്പെടുന്നത് വൈദിക സംസ്കാരം. വൈദിക സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഋഷിമാരും അല്ലെങ്കിൽ മന്ത്രദൃഷ്ടാക്കളും അല്ലെങ്കിൽ സന്യാസിമാരും മുനിമാരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെ കുറിച്ച് പറയാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടം എപ്പോഴെങ്കിലും ആർഷ സംസ്കാരം എന്നൊക്കെ അവിടെ ആർഷൻ എന്ന് പറഞ്ഞ ആള് ഭരിച്ചിരുന്നു അല്ലല്ലോ. ആർഷമാണ് വൈദിക, അതായത് പൂജകളും മന്ത്രങ്ങളൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്നാണ്. ആ കാലഘട്ടത്തിനാണ് ആർഷ കാലഘട്ടം എന്ന് പറയുന്നത്. ആർഷ ഋഷിമാരുടെ കണ്ടെത്തലിനെ മുൻനിർത്തിയുള്ളത് കൊണ്ടാണ് ആർഷ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഋഷിമാരുടെ കണ്ടെത്തലിന് മുൻനിർത്തിയുള്ളതായതുകൊണ്ട് ഋഷിമാർ ഈ കണ്ടെത്തലുകളൊക്കെ നടത്തിയ ഒരു കാലഘട്ടമുണ്ട് വൈദിക സംസ്കൃതിയിൽ അല്ലെങ്കിൽ വൈദിക സംസ്കാര കാലഘട്ടത്തിൽ. ആ വേദമൊക്കെ ഉണ്ടായ കാലഘട്ടം, ഈ ഷഡ്ദർശനങ്ങൾ ഉണ്ടായ കാലഘട്ടം, ഈ മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയൊക്കെ ഉണ്ടായ കാലഘട്ടം, ഇതിനൊക്കെയാണ് നമ്മൾ ആർഷ സംസ്കാര കാലഘട്ടം എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ. പിന്നെന്താണ് ഋഷി എന്നതിന് ലൗകിക ജീവിതം വെടിഞ്ഞ് സന്യാസി എന്ന അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഋഷി എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതം, കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെന്ന് ആരും വിചാരിക്കണ്ട. ഏതെങ്കിലും അറിവിന്റെ മേഖല ഏകാഗ്രത ചിത്തയോടെ അന്വേഷണം നടത്തുന്ന മഹാപണ്ഡിതൻ എന്നർത്ഥമാണുള്ളത്. അപ്പോ ഋഷി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞ അയ്യോ ഭർത്താവിനൊരു സ്നേഹമില്ല, ഒരു നല്ല വാക്ക് പറയില്ല, ഭയങ്കര ദുഷ്ടനാണ്, വൃത്തികെട്ടവനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ ഒരു ചിന്തയിലുള്ള ആ ഒരു ജീവിതമല്ല ഈ പറഞ്ഞത്. അപ്പൊ ലൗകിക ജീവിതത്തിൽ ഈ ഏർപ്പെടാത്ത ആളുകളല്ല ഈ സന്യാസം. അവരൊക്കെ അതിലേർപ്പെട്ടിരുന്നു. അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ട മാതിരിയൊക്കെ വേണ്ട രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ബാക്കിയുള്ള സമയം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ പണ്ഡിതന്മാരായി തീരുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് കേട്ടോ. അപ്പൊ അവര് ലൗകിക ജീവിതം നയിച്ചിരുന്ന ആളുകളാണെന്ന് അർത്ഥം. ഓക്കെ. ഏതെങ്കിലും അറിവിന്റെ മേഖലയിൽ ഏകാഗ്രത ചിത്തത്തോടെ അന്വേഷണം നടത്തുന്ന മഹാപണ്ഡിതൻ എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഞാൻ യോഗ പഠിപ്പിക്കുന്ന പോലെ എനിക്ക് യോഗയെ കുറിച്ച് അറിയുള്ളൂ. യോഗ പഠിപ്പിക്കുന്ന പോലെ തന്നെ അവരും അതാത് വിഷയങ്ങളിൽ പ്രഗത്ഭരായിരുന്നു എന്നർത്ഥം. ഓക്കെ. നോക്കാം ആരൊക്കെയാണെന്ന് നോക്കാം. ജ്യോതി ശാസ്ത്ര പണ്ഡിതനായിരുന്ന ആര്യഭടൻ. നമ്മുടെ ജ്യോതി ടീച്ചറുടെ കാര്യമല്ല, ജ്യോതിശാസ്ത്രം, നക്ഷത്രങ്ങളെ നോക്കിയിട്ടുള്ള ആ ശാസ്ത്ര പണ്ഡിതനായിരുന്നു ആര്യഭടൻ.
മനസ്സിലായോ? അത് ആര്യഭടൻ. ആയുർവേദാചാര്യനായിരുന്ന, ആയുർവേദത്തിലെ പ്രഗത്ഭനായ ചരകനും ശുശ്രുതനും, അതായത് ഇവരൊക്കെ ഈ പറഞ്ഞ ഋഷിമാരായിരുന്നു എന്നാട്ടോ ഈ പറയുന്നത്. ഓക്കെ, ഋഷിമാരായിരുന്നു. യെസ്. രാമായണവും മഹാഭാരതവും രചിച്ച കവികളായ വാത്മീകിയും വ്യാസനും, അതുപോലെ മഹാവൈയാകരണന്മാരായ, അതായത് വ്യാകരണകർത്താക്കളായ പാണിനിയും പതഞ്ജലി പോലും നല്ല വ്യാകരണകർത്താവായിട്ടുള്ള ഇതിലെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രാമർ എഴുതുന്ന ആളുകളായ പാണിനിയും പതഞ്ജലിയും, നാട്യശാസ്ത്രം എഴുതിയ ഭരതമുനിയും, ദാമ്പത്യ ജീവിതം നയിച്ച വസിഷ്ഠനും, ശുദ്ധ ഭൗതികവാദിയായിരുന്ന ചാർവാകനും, നേരത്തെ പറഞ്ഞ ചാർവാകൻ, അതായത് നമ്മുടെ ബൃഹസ്പതിയും, പിന്നെന്താണ്, കാമശാസ്ത്രം എഴുതിയ വാത്സ്യായനുമൊക്കെ മഹർഷിമാരായിരുന്നു. മിക്കവരും വിവാഹിതരായിരുന്നു എന്നർത്ഥം. ഓക്കെ, മഹാഋഷിമാർ, ഋഷി എന്നല്ല, ഹയർ ലെവൽ, മനസ്സിലായേ? ഓക്കെ. അതിപുരാതന കാലത്ത് ഭാരതത്തിൽ രൂപം കൊണ്ട വിവിധങ്ങളായ എല്ലാ വിജ്ഞാന ശാഖകളുടെ ഉപജാതാക്കൾ ഋഷിമാരായിരുന്നു. ആദ്യകാലത്ത് ഋഷിമാർ, ഇന്ന് നമ്മള് കവികൾ, കലാകാരന്മാർ, നോവലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല ഗ്രേഡുകൾ വെച്ചെങ്കിലും അവിടെ അങ്ങനെയല്ല, അവരൊക്കെ ഋഷിമാരായിരുന്നു കേട്ടോ. ലൗകിക ജീവിതത്തിന്റെ സമഗ്രത നമുക്ക് ഭാരതീയ സംസ്കാരത്തിൽ ദർശിക്കാം. അതായത് ലൗകിക ജീവിതം, കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതത്തെ കുറിച്ചിട്ടും ഇവർ നന്നായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് 7:45 മതി. ഇത്തിരി കട്ടിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് എന്തോ വായിച്ച് വന്നതുകൊണ്ട് എനിക്ക് അത്ര കട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ എനിക്ക് ഒരുമാതിരി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കും. അപ്പൊ ഏകദേശം എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് നിങ്ങൾ എല്ലാത്തിന്റെ അർത്ഥം, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള അർത്ഥങ്ങളൊക്കെ അവിടെ എഴുതിയിടണം. സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ഇത് കാണുക, എന്നിട്ട് അർത്ഥമൊക്കെ എഴുതിയിട്ടിട്ട് പിന്നെ ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാവും. നിങ്ങളുടെ ഗ്രേഡ് വീട്ടിലുള്ള മറ്റുള്ളവരിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ആകും. ഇത്രയും നേരം കേട്ട കാര്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് നിങ്ങൾക്ക് എന്തായാലും കയറാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കയറണം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇവിടെ ഇരുന്ന് മെസ്സേജ് അയച്ചിട്ട് സമയം കളഞ്ഞു എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഗുണം ഉണ്ടായവര് നിങ്ങൾ അത് ഒന്നുകൂടി മുന്നോട്ട് പോവുക. ഗുണം ഉണ്ടാകാത്തവര് അടുത്ത ക്ലാസ്സിലെങ്കിലും ഞാൻ ഗുണം ഉണ്ടാക്കും എന്നുള്ള ചിന്ത. അതായത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് അങ്ങനെ തന്നെയായിരിക്കും എന്നർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ പോയി അത്തപ്പൂക്കളം ഇടാത്തവരൊക്കെ വേഗം പോയി അത്തപ്പൂക്കളം ഇട്ടോളൂ. അല്ലാത്തവര് പൂക്കളിട്ടവര് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വേഗം ഗ്രൂപ്പിലേക്ക് അയച്ചോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നാളെ സന്ധിപ്പും വരെ. ബാണായി.